ഇന്ന് നമുക്ക് ദൈവവചനം പഠിക്കുവാൻ കർത്താവിങ്ങനെ ഒരു നല്ല അവസരം കർത്താവ് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യും. സമാഗമന കൂടാരത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. സമാഗമന കൂടാരം പുറത്ത് നിന്ന് ഒരാൾ വീക്ഷിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഏരിയൽ വ്യൂവോ അല്ലെങ്കിൽ ദൂരെ നിന്ന് ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ അതിന് യാതൊരു വിധമായ സൗന്ദര്യവും നമുക്ക് ദൂരെ നിന്ന് കാണാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതിന് പല പുറംമൂടികളുണ്ട്. ഓരോ മൂടിശയിലും ഇങ്ങനെ ഇട്ടിട്ട് ഏറ്റവും ടോപ്പിൽ കവർ ചെയ്യുന്ന ഒരു മൂടിശയിൽ, അത് ഏത് മൂടിശയിലാണെന്ന് ഓർമ്മയുണ്ടോ? തഹശൂ തോലെന്ന് പറയും. തഹശൂ തോൽ കൊണ്ടാണ് ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ പുറമേ നിന്നുള്ളത് കവർ ചെയ്യേണ്ടിയിരുന്നത്. ഈ തഹശൂ തോലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ എരുമ പോത്ത്, കാട്ടുപോത്ത് എന്ന് പറയുന്ന അതുപോലെയുള്ള ഒരു മൃഗമാണ് ഈ തഹശൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണാൻ കൊള്ളാത്ത യാതൊരു ഭംഗിയില്ലാത്ത ഈ ഒരു തോലുകൊണ്ടാണ് ഈ പുറംമൂടി ഉണ്ടാക്കണമെന്ന് ദൈവം പറഞ്ഞത്. എന്തിനാ അത് അങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്? പക്ഷേ ഇതിന്റെ അട്രാക്ഷൻ കണ്ടിങ്ങോട്ട് വരികയല്ല, ഈ ബാഹ്യമായിട്ടുള്ള ഈ അട്രാക്ഷൻ കണ്ട് ആളുകൾ വരികയല്ല, മറിച്ച് ഒരു വ്യക്തി ആ ഏകവാതിലിലൂടെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിലൂടെ ആ തൊട്ടിയിലെ, ഇത്തല തൊട്ടിയിലെ ആ വെള്ളത്താലുള്ള കഴുകലും പ്രാപിച്ച് ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നിട്ട് താൻ ഉയരങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ, ചുറ്റുപാടും ഒക്കെ നോക്കുമ്പോൾ, പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇത് നമ്മുടെ മനോമുഖരത്തിലൂടെ ഇങ്ങനെ കടന്നു വരണം. എന്തോ മനോഹരമാണെന്നറിയാം. കുറഞ്ഞപക്ഷം ആ മുകളിലേക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ ആ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ കിരൂബുകളുടെ സാന്നിധ്യം, അതും പോട്ടെ, അടുത്ത തിരശ്ശീലയും കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് ചെല്ലാൻ അതാണെങ്കിൽ ഒരിക്കൽ മഹാപുരോഹിതന് മാത്രമേ പറ്റത്തുള്ളൂ. എങ്കിലും വർണ്ണിച്ചിരിക്കുന്നതൊക്കെ പഠിക്കുമ്പോൾ ആ കിരൂബും ആ തിരശ്ശീലകളുടെ മനോഹാരിതയും ഒക്കെ എത്രമാത്രം ശ്രേഷ്ഠമാണെന്നറിയാം. ഇതേപോലെ ആയിരിക്കണം ദൈവസഭ. ഒരു നിഴലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, പുറമേ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പേര് കേട്ട് കഴിഞ്ഞാൽ എത്ര നല്ല സഭയാണ് അല്ലെങ്കിൽ എത്ര നല്ല വിശ്വാസികളാണ്, പക്ഷെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ എന്തിനായിട്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, കൊരിന്ത്യ സഭ ഇതേപോലുള്ളൊരു സഭയായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ ഏറ്റവും നല്ലൊരു സ്ഥലസഭയായിരുന്നു ഈ കൊരിന്ത്യ സഭ. വൺ ഓഫ് ദ ബെസ്റ്റ് ചർച്ച ആയിരുന്നു കൊരിന്ത്യ സഭ. 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറയുകയുണ്ടായി. 9-ാമത്തെ വാക്യം വരെ, 1-ാമത്തെ വാക്യം മുതൽ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും അവരുടെ ആദ്യകാല പ്രവർത്തനങ്ങളും ദൈവത്തോടുള്ള അവരുടെ സ്നേഹവും പ്രവർത്തനവും പ്രവൃത്തിയും ഒക്കെ എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ വളരെ വർദ്ധിച്ചു വരികയായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ ക്രമീകരണങ്ങൾ നമ്മളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രമാണം ദൈവവചനത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഈ അകത്ത് കാണുന്ന മനോഹാരിതയേക്കാൾ എവിടെ കണ്ടേനെ? പുറത്ത് കണ്ടേനെ. പക്ഷെ ദൈവം അങ്ങനെ അനുവദിച്ചില്ല. പുറമേ ഉള്ളതല്ല, അകമേ ഉള്ളതാണ്. ഇത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഇതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം.
അപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ, ഇങ്ങനെ അല്ലല്ലോ വേണ്ടേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇനി ദൈവസഭയെ ഒരു വൃക്ഷത്തോട് നമുക്കൊന്ന് ഉപമിച്ചാൽ, ദൈവസഭയെ ഒരു വൃക്ഷത്തോട് ഉപമിച്ചാൽ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. മനസ്സിലായല്ലോ? ഭൂമിയിലല്ല, മറിച്ച് സ്വർഗത്തിലാണ്. പ്രത്യാശയുടെ നങ്കൂരം ഇല്ലേ, നങ്കൂരം ഇടുന്നത് ഇല്ലേ, കുഞ്ഞുച്ചനൊക്കെ അറിയാം, നേവിയില് ആഴക്കടലിൽ ആ നങ്കൂരം ഭൂമിയുടെ അടിത്തട്ടിൽ ചെന്ന് തട്ടിയാൽ മാത്രമേ ഈ ഓളങ്ങളും തിരമാലകളും ഉള്ള ഈ കടലിന്റെ നടുവിൽ, മഹാസമുദ്രത്തിൽ ഈ കപ്പൽ കുറച്ചെങ്കിലും ഒന്ന് എങ്ങനെ നിൽക്കത്തുള്ളൂ, ഒന്നൊന്ന് നിശ്ചലമായിട്ടൊക്കെ നിൽക്കത്തുള്ളൂ. പക്ഷെങ്കിൽ നമ്മുടെ നങ്കൂരം, നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകാൻ അതിൻ്റെ റൂട്ട് വേരോടിയിരിക്കുന്നത് ഭൂമിയിലല്ല, മറിച്ച് സ്വർഗത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ വൃക്ഷത്തെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയിരിക്കും? ആ വൃക്ഷത്തെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയിരിക്കും? അപ്സൈഡ് ഡൗൺ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇന്ന് പലപ്പോഴും ഭൗമികമായ നിലയിൽ ദൈവസഭയുടെ സെറ്റപ്പ്, നമ്മുടെ ഭാഷയിൽ പറയുക കേട്ടോ, നമ്മുടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം, ദൈവസഭയുടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണമെന്ന് മാനുഷിക ബുദ്ധിയിൽ നമുക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്, നമ്മുടെയൊക്കെ തലയിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ ലോകത്തിൽ തെരഞ്ഞെടുത്തത് ബുദ്ധിയുള്ളതും ജ്ഞാനമുള്ളതും ശ്രേഷ്ഠവുമല്ല. 1-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിലെ വിഷയം എന്താണ്? മറക്കരുത്. ഞാനും സാമ്പ്രദരും വിഷയങ്ങളെല്ലാം ഒന്നാണെങ്കിലും ഒരു പക്ഷെങ്കിൽ 2 തലങ്ങളിലൂടെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. ആർക്കും അത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം അങ്ങ് സ്വരൂപിച്ചു കൊള്ളുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക, ചിന്തിക്കുക, ധ്യാനിക്കുക. ദൈവവചന സത്യങ്ങൾ അതിൻ്റെതായ നിലയിൽ ഗ്രഹിക്കാനായിട്ട് ഇടയായിരിക്കും. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്, പ്രിയ ദേവദാസൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. ഇതെല്ലാം നമുക്ക് അനുഗ്രഹം തന്നെയാണ്. അത് വേറൊരാൾ എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു മെത്തേഡിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം നമുക്ക് ഈ കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നും പാഠങ്ങൾ കിട്ടുന്നോ അത്രയും നമുക്ക് അനുഗ്രഹകരമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ വ്യക്തികളെ തെരഞ്ഞെടുത്ത് ദൈവസഭയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ അത് എൻ്റെ ബുദ്ധിയിലോ മാനുഷികമായ ബുദ്ധിയിലോ ഈ ഭൂമിയിലെ ക്രമീകരണവും സെറ്റപ്പും അനുസരിച്ചോ മുന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവം ദൈവസഭയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി ദൈവം വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ, ശുശ്രൂഷ രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ വ്യക്തി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദൈവവചനത്തിലുണ്ട്. ദൈവാത്മാവിലൂടെ അത് നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവസഭയിൽ അങ്ങനെ ഒരാളെങ്കിലും ഇല്ലാതിരിക്കുന്ന ഒരു കാലവും ദൈവസഭയ്ക്ക് ഉണ്ടാകുന്നില്ല. ദൈവസഭയാൽ ആരംഭിച്ച സഭയാണെങ്കിൽ നമ്മളൊക്കെ പറയും സഭയൊക്കെ ഇന്ന് കെട്ടഴിഞ്ഞു പോവുകയാണ്, തെറ്റിപ്പോവുകയാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ദൈവം ആരംഭിച്ച സഭയാണെങ്കിൽ ദൈവത്തിന്റെ പ്ലാനിനനുസരിച്ച് പോകത്തക്ക നിലയിൽ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന വ്യക്തികൾ അതാത് കാലങ്ങളിൽ കർത്താവിന്റെ വരവ് വരെ ദൈവസഭയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ കുഴപ്പം എവിടെയാണ്? പ്രശ്നമുണ്ട് കേട്ടോ. പ്രശ്നമില്ലാത്ത സ്ഥലം സഭകളില്ല, സഭയല്ല സ്ഥലം സഭകളില്ല. എല്ലാ സ്ഥലം സഭകളിലും അതിൻ്റെതായ നിലയിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ കൊരിന്ത്യർ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്ര നല്ല ഒരു സഭയിൽ, ഒരു സ്ഥലം സഭയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ എങ്ങനെ കടന്നു വന്നു? ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം, അവരുടെ ഈ ബാഹ്യമായ പ്രശ്നങ്ങളൊക്കെ ഒരിക്കലൊന്ന് വെളിച്ചത്ത് വന്നു എന്നേ ഉള്ളൂ. എങ്ങനെയാ വെളിച്ചത്ത് വന്നേ? 3 തരത്തിലാണ് വെളിച്ചത്ത് വന്നത്. 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കിയേ.
ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒപ്പം ഈ വാക്യം വായിക്കുന്നതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. 1:11 സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ വീട്ടുകാരാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഹൗസ് ഹോൾഡ് എന്നുള്ള വാക്കാണ്. ആളുകളാൽ എന്നുള്ളത് ക്ലോവയുടെ ഹൗസ് ഹോൾഡ്, വീട്ടുകാർ, അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ക്ലോവ ആരാന്ന് ഇത്ര കൃത്യമായിട്ട് പൗലോസ് പറയാഞ്ഞ എന്താ? പൗലോസ് പറയാഞ്ഞ എന്താ ചോദിച്ചാൽ, ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിനോടൊപ്പമുള്ളവർക്കും കൊരിന്തിലുള്ളവർക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. അതൊരു സഹോദരി ആയിരിക്കണം. ആദിമ നൂറ്റാണ്ടിൽ, ആദിമകാലങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം സുവിശേഷ വേലയിൽ ആയിരുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അതിൽ ഒരു കുടുംബമായിരിക്കണം ഈ ക്ലോവ എന്ന് പറയുന്നത്. ദൈവവേദ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ലുദിയായെ പോലെ ഒരു ബിസിനസ്സുകാരി, അല്ലെങ്കിൽ അങ്ങനെ സ്ഥലങ്ങൾ സന്ദർശിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബമായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസും ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കൊണ്ട്, അക്വിലാവും പ്രിസ്കില്ലയും ഒക്കെ പൗലോസിനോടൊപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്ത് ഉപജീവന മാർഗവും ഒപ്പം സുവിശേഷ വേലയൊക്കെ ചെയ്ത ഒരു സഹോദരി ആയിരിക്കണം ഈ ക്ലോവ. അപ്പോൾ ക്ലോവയുടെ വീട്ടുകാരാൽ എനിക്ക് ലഭിച്ച അല്ലെങ്കിൽ ഞാൻ കേട്ട ചില കാര്യങ്ങളുടെ ഉത്തരമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവർക്ക് വളരെ വ്യക്തമായിട്ട് എത്ര നാളൊക്കെ അവിടെ പാർത്തു എന്ന് നമുക്കറിയാം. 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. എന്നാൽ അവിടെ മാനുഷികമായിട്ടുള്ള കൈകടത്തലുകൾ വന്നപ്പോഴാണ് ദൈവസഭയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ 1-ാം അധ്യായത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവസഭയെക്കുറിച്ചും ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വിളിയെക്കുറിച്ചും നിങ്ങൾ ജ്ഞാനികളായിരിക്കണം. 1-ാം അധ്യായത്തിലെ വിഷയം അതാണ്. നമ്മൾ ഇനി എത്രയൊക്കെ 1-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ചാലും ഈ ഒരു കാര്യമാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ദൈവസഭയെക്കുറിച്ച് നമ്മൾ ജ്ഞാനികളായിരിക്കണം. ദൈവസഭ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഉള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം, ചെയ്യരുതാത്തത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവദാസന്മാരായിരിക്കുന്ന ഞങ്ങളും, അതായത് കർത്താവിന്റെ ശുശ്രൂഷയിൽ മുന്നിട്ട് നിൽക്കുന്ന ഞങ്ങളും, ദൈവസഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും പ്രയത്നത്തിലും ഒരുപോലെ ജാഗരൂകര് ആയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. 1-ാം അധ്യായത്തിലെ ചില കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചതും. എന്നാൽ ഇന്ന് ഈ കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ 10 പ്രശ്നങ്ങൾ അപ്പോസ്തലനായ പൗലോസ് സോൾവ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നമ്മൾ വിചാരിക്കും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ. നോ, അങ്ങനെയൊന്നുമില്ല. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. എങ്ങനെയാ പരിഹാരമുള്ളത്? ആ പരിഹാരം നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായിരിക്കണം. ഞാൻ വരാം, ഈ 1-ാം അധ്യായത്തിലേക്ക് വരാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ 1-ാം അധ്യായത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറയുകയുണ്ടായി. ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും. ഏതാണ്ട് 10 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വളരെ പെട്ടെന്നൊന്നും ഞാൻ പറയാം. എങ്ങനെ അതിന്റെ പരിഹാരമെന്നും ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇത് തുടക്കത്തിലേ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യവും 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയുള്ള 1-ാമത്തെ പ്രശ്നം ആ സഭയിൽ ഡിവിഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭിന്നത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ ഭിന്നതയൊന്നുമില്ല, പക്ഷെ ആ സഭയുടെ ഉള്ളിൽ ഫ്രിക്ഷൻസ് ഉണ്ട്, ഡിവിഷൻസ് ഉണ്ട്, ഭിന്നതയുണ്ട്. ഈ ഭിന്നത നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഭിന്നത എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും? അതിനൊറ്റ മാർഗമേ ഉള്ളൂ. പൗലോസ് പറയുന്ന ആ മാർഗം നമുക്കൊന്ന് നോക്കാം. 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നോക്കിയേ. വളരെ പെട്ടെന്ന് ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ഓടിച്ചു നോക്കുകയാണ്. 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഇത് നിമിത്തം
കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏതു സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. ഈ ഡിവിഷൻസ് ഇല്ലാതാക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാർഗം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. എന്താണ്? ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ. ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ ചിന്തിക്കാൻ പറ്റുന്ന നമുക്ക്, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ ഉപദേശിക്കും, നിങ്ങളെ ബോധ്യപ്പെടുത്തും. ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനെ എങ്ങനെ ഫോളോ ചെയ്യണമെന്നും ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കണമെന്നും ഫോളോ ചെയ്യണമെന്നും എൻ്റെ വഴി, അതായത് ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിലായിരിക്കുന്നോ അത് അവൻ നിങ്ങളെ എന്ത് ചെയ്യും? പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവസഭയുടെ നേതൃസ്ഥാനത്തേക്ക് വരണം. ഇതാണ് പറയുന്നത്. എത്ര മാത്രമേ ഉള്ളൂ. സഭയിലെ പ്രശ്നം എന്തുകൊണ്ട് സഭയിൽ ഭിന്നതയുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് വളരെ പെട്ടെന്ന് പറയുകയാണ്, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ. ഇനി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി. 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 11-ന്റെ 1. ഞാൻ തന്നെ വായിക്കാം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുകയും. കൊരിന്ത്യരോട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകണം. പക്ഷെ ഇതേപോലൊരു വാക്യം ബൈബിളിൽ വേറൊരിടത്തുണ്ട്. ഓർമ്മയുണ്ടോ? ഇവിടെ ഇതേപോലൊരു വാക്യമുണ്ട്, സെയിമാണ്, പക്ഷെ ഒരു സ്വല്പം വ്യത്യാസം ഉണ്ടെന്ന് വാക്യം. എഫേസ്യ ലേഖനം ഒന്നെടുത്തേ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. ഇതിനോട് വളരെ സാമ്യം നിൽക്കുന്ന ഒരു വാക്യമാണ്, പക്ഷെങ്കിൽ വളരെ വ്യത്യാസമുണ്ട് ഈ വാക്യങ്ങൾ തമ്മിൽ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ എന്നെ അനുകരിക്കാനല്ല, പിന്നെ ദൈവത്തെ അനുകരിപ്പി. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? പൗലോസ് പറയുക, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ, ഹൗ ഐ ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കുന്നു, ഞാൻ എങ്ങനെ ക്രിസ്തുവിന്റെ ഒരു ദാസനായിരിക്കുന്നു, അത് നിങ്ങൾ അനുകരിക്കണം. പക്ഷെ എഫെസോസിലെ വിശ്വാസികളോട് പറയുക, നിങ്ങൾ എന്നെ അനുകരിക്കണ്ട, പിന്നെ ആരെ അനുകരിച്ചാൽ മതി? നിങ്ങൾ ദൈവത്തെ അനുകരിച്ചാൽ മതി. എന്താ അതിന്റെ കാരണം? ഏത് സഭയായിരുന്നു ആത്മീകമായിട്ട് സ്റ്റാൻഡേർഡ് ഉള്ളത്, നിലവാരമുള്ളത്? കൊരിന്ത്യ സഭയാണോ എഫേസോസിന്റെ സഭയാണോ? ഇത് രണ്ടോടൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, കൊരിന്ത്യ സഭ ദൈവത്തെ അനുകരിക്കാൻ ആത്മീകമായിട്ടുള്ള പക്വത പ്രാപിച്ചിട്ടില്ല. അവർക്ക് ആരെ അനുകരിക്കാനേ പറ്റത്തുള്ളൂ? പൗലോസിനെ. നേരെ മുന്നിൽ കാണുന്ന ഒരു ദൈവദാസനെ മാത്രമേ അനുകരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ, ഉദാഹരണം പറയാനേ, ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ഒരു കാര്യം ഞാൻ പറയാം. ചെമ്മന്തൂർ സഭയെ അനുകരിക്കാൻ കൊള്ളാവുന്ന വന്നായിരുന്നു ആരുടെയും മനസ്സിൽ കൈമുക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ചെമ്മന്തൂർ സഭയിൽ അനുകരിക്കാൻ കൊള്ളാവുന്ന ഏത് ഉപദേശിയുണ്ട്, ഏത് മൂപ്പനുണ്ട്, ഏത് ശുശ്രൂഷകനുണ്ട്, ഏത് വിശ്വാസിയുണ്ട്? ഇങ്ങനെ പറയുന്നവർ കൊരിന്ത്യ സഭയിലെ മെമ്പേഴ്സാണ്. സംഭവിച്ചോ? ഇങ്ങനെ പറയുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരാളെ കാണിച്ചതാണ്. ഇത് തന്നെയല്ലേ മോശയുടെ കാര്യം സംഭവിച്ചേ? അങ്ങനെ ഞങ്ങൾക്കൊരു ഇത്ര നാൾ ഞങ്ങൾക്കാരുണ്ടായിരുന്നു? മോശ ഉണ്ടായിരുന്നു. ഈ മോശ പർവ്വതത്തിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളെ നയിക്കാൻ ആരില്ല. ഞങ്ങൾക്കൊരു ആരെ ഉണ്ടാക്കി തരണം? ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിത്താ. എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യരെ അനുകരിക്കണം വേണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കൊരിന്ത്യ സഭയിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ആത്മീകമായിട്ട് വളർച്ചയില്ല. എന്തുണ്ട്? ബൈബിളിലുള്ള പരിജ്ഞാനം ഉണ്ട്.
അത് ലളിതമാണേ. ദൈവവചനം നന്നായിട്ട് അറിയാം, കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഒരു കൃപാവരത്തിലും കുറവില്ലാതെ, ഒരു പരിജ്ഞാനത്തിലും കുറവില്ലാതെ എല്ലാം ഉണ്ട്. എല്ലാം എല്ലാം ഈ ലേഖനം, ഒരു ലേഖനം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇതുപോലെ നല്ല ഒരു സഭ, ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയാം. എല്ലാം ദൈവം വാരിക്കോരി കൊടുത്തിരിക്കുന്ന ഒരു സഭയാണ്. പക്ഷെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ദൈവത്തെ നോക്കി അനുകരിക്കാനുള്ള പ്രാപ്തിയില്ലെന്ന് ആർക്ക് മനസ്സിലായി? പൗലോസിന് മനസ്സിലായി. ഈ പൗലോസിന് എങ്ങനെ മനസ്സിലായി? പൗലോസാണ് അവരുടെ ആത്മീക പിതാവ്. അവരെ കർത്താവിലേക്ക് നയിച്ചത്, അവർക്ക് വീണ്ടും ജന്മത്തിലേക്ക് നയിക്കുവാൻ മുഖാന്തരമായി തീർന്നത്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഈ കൊരിന്ത് സഭയിലെ വിശ്വാസികൾ പൗലോസിന്റെ നിജപുത്രന്മാരും നിജപുത്രിമാരുമാണ്. അവർക്കറിയാം, കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആത്മീകമായിട്ട് നമ്മൾ പക്വത പ്രാപിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു മൂപ്പനോ ഒരു വിശ്വാസിയോ ഒരു സുവിശേഷകനോ എനിക്ക് ആവശ്യമില്ലാതെ വണ്ണം എനിക്ക് എൻ്റെ കർത്താവിനെ നോക്കി, എനിക്ക് ദൈവത്തെ അനുകരിച്ച് എനിക്ക് ആത്മീകമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ ആത്മീകനാണ്. ഇത് പറ്റുമോ നമുക്ക്? കുഴപ്പമില്ല. പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം ഓപ്ഷനുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്തുകൊണ്ട് ഇവർക്കത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാക്ക് ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു. നമുക്ക് കാണാതെ അറിയാവുന്ന ഒരു വാക്കാണ് 16-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും അവർക്ക് കർത്താവിനോടുള്ള സ്നേഹമില്ല. പിന്നെ പിശാചിനോടാണ്. അല്ല, അവർക്ക് പിശാചിനോടുള്ള സ്നേഹം, പിന്നെ അവർക്ക് സഭയോടാ സ്നേഹം, അവർക്ക് ശുശ്രൂഷയോടാ സ്നേഹം, അവർക്ക് മനുഷ്യരോടാണ് സ്നേഹം, അവർക്ക് ഭൗതികമായ കാര്യങ്ങളോടാ സ്നേഹം, ദൈവസഭയുടെ ഭൗതികമായ ക്രമീകരണങ്ങളോടാണ് അവർക്ക് സ്നേഹം. പക്ഷെങ്കിൽ അവർക്ക് ആത്മീകമായിട്ട് കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, ഇപ്പോൾ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി എന്നോട് ആകാത്തത് ചെയ്തു, ആകാത്തത് പ്രവർത്തിച്ചു, ആകാത്തത് പറഞ്ഞു, ഞാൻ ആ വ്യക്തിയാണ് സ്നേഹിക്കുന്നതെങ്കിൽ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കും. മറിച്ച് ഞാൻ എൻ്റെ കർത്താവിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ മകനാണ്, മകളാണ് ആ വ്യക്തിയെന്നും, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എൻ്റെ സഭയിലെ മെമ്പറാണെന്നും, ക്രിസ്തുവെന്ന തലയാകുന്ന ആ ശരീരത്തിലെ അവയവങ്ങളാകുന്നു, അല്ലെങ്കിൽ അവയവമാണ് ഞാനും ആ വ്യക്തിയുമെന്ന് എനിക്ക് ചിന്തിക്കാനുള്ള ആത്മീകമായ പക്വതയുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലം ഉണ്ടാകുന്നില്ല, അവിടെ ഡിവിഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആത്മീകമായിട്ടുള്ള, അല്ലെങ്കിൽ ആത്മീകമെന്ന് ഞാൻ പറഞ്ഞത് ദൈവവചനത്തിലുള്ള, അക്ഷരത്തിലുള്ള, അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് അക്ഷരം കൊല്ലുന്നു, അക്ഷരം കൊല്ലുന്നു. സ്നേഹം, ക്രിസ്തുയേശുവിനുള്ള സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം, അതാണ് നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുന്നത്. നമ്മൾ ശിശു എന്ന അവസ്ഥയിൽ നിന്നും പക്വത പ്രാപിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പോൾ 1-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഭിന്നതയുണ്ട് എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് ഭിന്നതയൊന്നുമില്ല. ഇല്ലെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? പരസ്യമായിട്ട് നമ്മുടെ സഭയിൽ ഭിന്നതയില്ലെന്ന് എങ്ങനെ മനസ്സിലാക്കാം? പറഞ്ഞു, മനസ്സിലെങ്കിലും ഒന്ന് പറഞ്ഞു. നമ്മളുടെ ഇടയിൽ ഭിന്നതയില്ലെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒറ്റ തെളിവാണ്. ഇവിടെ ഒരൊറ്റ മേശയേ ഉള്ളന്നേ. നാളെ വരുമ്പോൾ ഇവിടെ ഒരൊറ്റ അപ്പമേ ഉള്ളൂ, ഇല്ലേ? ഒരു കപ്പ് ജഗ് അല്ലെങ്കിൽ ഒരു കപ്പ് വൈനേ ഇവിടെ വെക്കുന്നുള്ളൂ. ഇത് നമ്മുടെ തെളിവാണ്. ഭൗതികമായ നിലയിൽ നോക്കുമ്പോൾ നമ്മളിൽ എന്തില്ല? ഭിന്നതയില്ല, ഒരു ഭിന്നതയില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ
നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ എന്തുണ്ട്? ഭിന്നതയുണ്ട്. അപ്പോൾ ഭിന്നത എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഒന്ന്, അവർക്ക് ദൈവത്തെ ഫോളോ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ക്രിസ്തുവിനെ ഡയറക്റ്റായിട്ട് നേരിട്ട് ഫോളോ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിലുള്ള എൻ്റെ വഴിയെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും, അവൻ നിങ്ങളെ ഉപദേശിക്കും. കാരണം അവൻ എന്നോടൊപ്പം യാത്ര ചെയ്യുന്നു, എന്നോടൊപ്പം അനേക സ്ഥലം സഭകളിൽ യാത്ര ചെയ്യുന്നു. കൊരിന്തിൽ മാത്രമല്ലല്ലോ സഭ, എവിടെല്ലാം ഉണ്ട്. ഫിലിപ്പിയിലുണ്ട്, മക്കദോനിയയിൽ എത്രയോ സ്ഥലം സഭകളുണ്ട്, തെസലോനിക്ക സഭയുണ്ട്, ബെരോവയിൽ സഭയുണ്ട്, അന്ത്യോക്യയിൽ സഭയുണ്ട്, യെരുശലേമിൽ സഭയുണ്ട്, എവിടെയെല്ലാം സഭയുണ്ട്. പൗലോസ് എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന തിമോത്തിയോസിന് അറിയാം. തിമോത്തിയോസ് നന്നായിട്ടറിയാം. അവൻ വന്ന് നിങ്ങളെ അത് പഠിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കൊരിന്തി ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, കർത്താവേ, ഈ കൊരിന്തിയിലെ വിശ്വാസികളെക്കാൾ, കൊരിന്തിലെ വിശ്വാസികൾക്ക് വന്ന പ്രശ്നം, പ്രയാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാകാതെ കർത്താവേ, എനിക്ക് ആത്മീയമായിട്ട് ഒന്ന് പക്വത പ്രാപിക്കുവാൻ, ആത്മീക പരിജ്ഞാനം, അല്ലെങ്കിൽ എനിക്ക് ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തമെന്നല്ല, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നാളുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ബൈബിള് പഠിക്കുക, അക്ഷരം പഠിക്കുക, കൊരിന്തി ലേഖനം കാണാതെ പഠിക്കുക, നോ, അതിനേക്കാൾ കൊരിന്തി ലേഖനം ഒരു മുഖാന്തരം മാത്രമാണ്, ജസ്റ്റ് എ മീഡിയ. ആ മീഡിയയിലൂടെ എൻ്റെ കർത്താവിനെ എനിക്ക് അനുഭവിച്ചറിയുവാൻ, എനിക്ക് രുചിച്ചറിയുവാൻ, എൻ്റെ കർത്താവിനോടുള്ള ആ സ്നേഹം, ഇവിടെ പറയുക, കർത്താവിനെ സ്നേഹിക്കാതെ നിങ്ങൾ എന്ത് ചെയ്താലും അനാഥമ. മറനാഥ, കർത്താവിനെ സ്നേഹിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, സ്നേഹിക്കാത്തതിനോടുള്ള ബന്ധത്തിൽ അനാഥമ. ദൈവസഭയാണെങ്കിലും ദൈവ മകനാണെങ്കിലും ദൈവദാസനാണെങ്കിലും പൗലോസിന് ഒന്നേ പറയാനായിട്ടുള്ളൂ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടു. നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ, ദൈവസഭയിലായിരിക്കുന്നെങ്കിൽ, നമ്മൾ ബൈബിൾ ക്ലാസ്സിന് വരുന്നു എങ്കിൽ, കോട്ടേജ് മീറ്റിങ്ങിന് വരുന്നു എങ്കിൽ, അവിടെയെല്ലാം കഴിഞ്ഞ ദിവസം ഒരാളോട് കോട്ടേജ് മീറ്റിങ്ങിന് വരുന്നില്ലയോ ചോദിച്ചു, എവിടാ? അവിടെ അന്നേ വരുന്നില്ല. എന്താ കാര്യം? അവിടെ അന്നേ വരുന്നില്ല. എവിടെയാ കുഴപ്പം പറ്റിയത്? ആർക്കാ കുഴപ്പം പറ്റിയത്? ദൈവജനമേ, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഇനി അടുത്ത പ്രശ്നങ്ങളെല്ലാം ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറയാം. 1-ാം അധ്യായത്തിലെ പ്രശ്നമായതുകൊണ്ടാണ് ഞാനത് ഇച്ചിരി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. 2ാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ തന്നെ അതിൻ്റെ 5-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരു വലിയ പ്രശ്നങ്ങളുണ്ട്. സഭയിൽ ചില ഇന്റേണലായിട്ട്, അതായത് ആർക്കും അറിയാത്ത ചില വലിയ പ്രശ്നങ്ങൾ ദൈവസഭയിലുണ്ട്. മനസ്സിലായല്ലോ? ചില പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം? അതായത് ഡിസിപ്ലിൻ ആവശ്യമായിട്ടുള്ളിടത്ത് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടതുപോലെ എടുത്തിരിക്കണം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇതെന്താ ഈ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അച്ചടക്ക നടപടി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ, ഇതിൽ നിന്ന് മാറ്റിയില്ല, ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയില്ല. ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇത്രയേ ഉള്ളൂ, ആ വ്യക്തിയെ ക്രിസ്തുവിനോട് അടുപ്പിക്കാനുള്ള ശ്രമമാണ് ഡിസിപ്ലിനറി ആക്ഷൻ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരു സഹോദരി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മുടെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ആ പുള്ളിയെ ഈ അപ്പത്തിൽ നിന്ന് മുറിക്കാൻ സമ്മതിക്കരുത്, അല്ലെങ്കിൽ വീഞ്ഞ് ഒഴിക്കാൻ നമ്മൾ സമ്മതിക്കരുത്, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റിക്കറിഞ്ഞാൽ ഡിസിപ്ലിനറി ആക്ഷനായി. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് 5-ാം അധ്യായത്തിൽ അതൊക്കെ പറയുന്നെങ്കിലും 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം മിക്കവാറും ആഴ്ചകളിലെല്ലാം ഒരാളെങ്കിലും വായിക്കുന്ന, ഉദ്ധരിക്കുന്ന ഒരു വാക്യമുണ്ട്. എങ്ങനെയാ ഇത് പങ്കെടുക്കണ്ടേ? തന്നെത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തന്നെത്താൻ ശോധന ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഒരു ലെയിൻ എക്സ്ക്യൂസ് അല്ല.
മറിച്ച് ഞാൻ എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നതാണത്. ഞാൻ എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നതാണ്. ഇനി അങ്ങനെ ആരെങ്കിലും ഒരാൾ നമ്മുടെ ഭാഗത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക്, കുഴപ്പം, പ്രശ്നം എന്തെങ്കിലും ഉണ്ടായെന്ന് വരിക, ഞാൻ ഇന്ന് കൂട്ടായ്മയിൽ നിന്നും മാറിയിരുന്നെന്ന് വിചാരിച്ചു. ഞാൻ എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്ന് ചോറുണ്ണുന്നതിന് മുമ്പ് എനിക്കൊരു 15 കോളെങ്കിലും വരും. എന്തോ പറ്റി, എന്തോ പ്രശ്നം? ഇനി അത് പോട്ടെ, എന്നെ വിളിച്ചാലും കുഴപ്പമില്ല. എന്നെ വിളിക്കത്തില്ല. ആരെ വിളിക്കും? എൻ്റെ ഭാര്യയെ വിളിക്കും, എൻ്റെ മോളെ വിളിക്കും, അല്ലെ എൻ്റെ കൂടെ നടക്കുന്ന കക്ഷികളെ വിളിക്കും, അല്ലെ എൻ്റെ അടുത്തിരിക്കും. അവനെന്തോ പറ്റി. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഇതുകൊണ്ട് എന്താ പറ്റുന്നേ? ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നേ? ഞാൻ എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നില്ല, ഞാൻ എന്നെ തന്നെ പണിഷ് ചെയ്യുന്നില്ല, ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ തെറ്റിലേക്ക് പിന്നെയും 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 അകപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം ഡിസിപ്ലിൻ. ഇനി അതേപോലെ തന്നെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 6:8 നോക്കി. അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. അതും ആർക്ക് തന്നെ? സഹോദരന്മാർക്ക് തന്നെ. നോക്കിക്കേ, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. ആർക്ക്? നമ്മുടെ തന്നെ സഹോദരന്മാർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവസഭയുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണിത് പറയുന്നത്. എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും? വളരെ വ്യക്തമാണ്. 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ വളരെ ലളിതമായിട്ട് പറയുകയാണ്, ട്രീറ്റിംഗ് ദെയർ ബോഡീസ് ആസ് ദ ടെമ്പിൾസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മന്ദിരമാണ് എൻ്റെ കൂട്ടു സഹോദരന്റെയും കൂട്ടു സഹോദരിയുടെയും ശരീരമെന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് പഠിപ്പിച്ചാൽ, ഞാൻ എൻ്റെ സഹോദരനെ ഞാൻ എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും തുച്ഛീകരിക്കത്തില്ല, അവന് നഷ്ടം വരുത്തത്തില്ല, അവൻ അന്യായം ഞാൻ ചെയ്യത്തില്ല. പൗലോസ് പറയുക, നിങ്ങൾക്ക് ദൈവവചനത്തിലെ പരിജ്ഞാനമൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ട്, ദൈവവചനത്തിലെ അറിവ് നിങ്ങൾക്കുണ്ട്. പക്ഷേ നിന്റെ കൂട്ടസഹോദരനോടുള്ള ബന്ധത്തിൽ നീ അന്യായം ചെയ്യുകയും അവന് നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. ഈ നഷ്ടം എന്ന് പറയുന്ന പൈസ മാത്രം ചിന്തിക്കരുത് കേട്ടോ. എത്രയോ നഷ്ടങ്ങളാണ് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് ആ ലേഖനം ഓരോന്നോരോന്നായിട്ട് അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ പൗലോസ് ഈ ലേഖനത്തിൽ അവതരിപ്പിച്ച് ആ പ്രശ്നത്തിന്റെ പരിഹാരം കാണുകയാണ്. അപ്പോൾ പ്രശ്നങ്ങൾ എല്ലാ സഭയിലുമുണ്ട്, പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അതിന്റെ സൊല്യൂഷനും ദൈവവചനത്തിലുണ്ട്. ദൈവവചനത്തിലെ ആ സൊല്യൂഷൻ എന്താണെന്ന്, ആ പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കിടയായി തീരണം. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ ഒന്നുകൂടെ ഞാൻ ഔട്ട്ലൈനിലേക്ക് വരികയാണ്. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കോൾഡ് ടു ബി ഹോളി. നമ്മൾ വിശുദ്ധരായിരിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധരായിരിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ അതിന് 2 തലങ്ങളാണുള്ളത്. സംസോഹൻ അത് പറയുകയുണ്ടായി. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വി ആർ സെറ്റ് എപ്പാർട്ട് ഫോർ ഗോഡ്. നമ്മൾ ദൈവത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത നമ്മളെ തിരിക്കണം. ഞാൻ ദൈവസഭയിലെ ശുശ്രൂഷകനായിരിക്കുന്നെങ്കിൽ ദൈവം എന്നെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്, ദൈവം എന്നെ സാങ്ക്ടിഫൈ ചെയ്തിരിക്കുകയാണ്. പഴയ നിയമത്തില് വ്യക്തികളെ മാത്രമല്ല ശുദ്ധീകരിക്കുന്നത്, പാത്രങ്ങളെ വരെ ശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ശുദ്ധീകരിച്ചെന്ന് പറഞ്ഞാൽ അഗരോന്റെ ആ വസ്ത്രങ്ങള്, അവർ യാഗത്തിന് ഉപയോഗിക്കുന്ന ആ അവിടെ ഉപകരണങ്ങൾ, പാത്രങ്ങൾ, കത്രിക അല്ലെങ്കിൽ ചവണ, ഇതെല്ലാം പോലും അത് വേറൊരു കാര്യത്തിന് അവരെടുക്കത്തില്ലായിരുന്നു, വേറൊരു കാര്യത്തിന് എടുക്കത്തില്ല. അവർ അതിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണെങ്കിൽ പലപ്പോഴും ഇവിടെയൊക്കെ ഈ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഈ ചായ മേടിക്കാൻ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ജഗ്, അതായത് നമ്മൾ കർത്തൃമേശയ്ക്ക് ഉപയോഗിക്കുന്ന ജഗ്,
അതെടുത്തോണ്ട് പോയാൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഞാൻ ലളിതമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്താണ് ഈ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ, ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഒരു സെപ്പറേറ്റ് കാര്യത്തിന് വേണ്ടി ശുദ്ധീകരിച്ചിരിക്കുകയാണ്, വേർതിരിച്ചിരിക്കുകയാണ്. പൗലോസ് പറയുക, കൊരിന്തിലെ വിശ്വാസികളോട് പറയുക, നിങ്ങളെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ദൈവത്തിന് പകരക്കാരനായിട്ട് ഈ സഭയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. അവിടെ മറ്റൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവത്തില്ല, അവിടെ പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ശുദ്ധീകരണം ദൈവസഭയുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായി. ഒരു സഹോദരന് കർത്താവിന്റെ വിളി പൂർണ്ണ സമയ സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുമൊന്നും വേണ്ട. 24 hours സുവിശേഷ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് മറ്റു ജോലികളൊന്നും ചെയ്യാതെ സുവിശേഷ വേല ചെയ്യത്തക്ക രീതിയിൽ അദ്ദേഹത്തിന് കോളുണ്ട്, ദൈവത്തിന്റെ വിളിയുണ്ട്. പക്ഷെങ്കിൽ തല്ലിക്കൊന്ന അദ്ദേഹം ഇറങ്ങത്തില്ല. ഞാൻ ചോദിച്ച, എന്താ സഹോദരൻ തടസ്സം എന്താണ്? എനിക്ക് നട്ടലോടുകൂടി എഴുന്നേറ്റ് എന്നൊന്നും പറയാനൊക്കത്തില്ലെന്ന് ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കൂട്ടായ്മ മേടിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യത്തിൽ നിന്ന് അവരോട് പറയാൻ പറ്റത്തില്ല. ഞാൻ ജോലി ചെയ്ത് അധ്വാനിച്ച് കാശുണ്ടാക്കി അങ്ങനാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ധൈര്യത്തെ എനിക്ക് പറയാം. ഇത് ദൈവവചനത്തില് എവിടുത്തെ ഉപദേശമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ദൈവം വിളിച്ചു വേർതിരിച്ചതാണെങ്കിൽ അവർ സംസാരിക്കുന്നത്, അവർ പ്രവർത്തിക്കുന്നത്, അവർ ചെയ്യുന്നത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചായിരിക്കും, ദൈവത്തിന്റെ ക്രമീകരണം അനുസരിച്ചായിരിക്കും. അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ ആർക്കും അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതിനാണ് ദൈവവചനം പറയുന്നത് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നത്. അതാണ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു പരമാധികാരി ഇല്ല, ഒരു മേലധ്യക്ഷനില്ല. മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ കൂട്ടുമൂപ്പന്മാരാണ്. അവരൊരു ജോയിന്റ് വെഞ്ചർ, ഒരു കൂട്ടമാണ്, ശുശ്രൂഷക്കാർ എല്ലാം ആ നിലയിലാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അന്യോന്യം കീഴ്പ്പെട്ട് ദൈവം എന്നോടുള്ള ബന്ധത്തിൽ, എൻ്റെ കൂട്ടു സഹോദരനെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എന്നോട് ദൈവാത്മാവിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ എന്നോട് പറയുമ്പോൾ ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഞാൻ സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം. ഇനി സോൾവ് ചെയ്യാൻ ഞാൻ വരുമ്പോൾ, സോറി ബ്രദർ, സോറി സിസ്റ്റർ, എന്നോടത് വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം he is not at all separated, he is not at all holy for the Lord. അതാണ് ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരും പൗലോസിന്റെ പക്ഷക്കാരെന്നോ കേഫാവിന്റെ പക്ഷക്കാരെന്നോ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരെന്നോ ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. We all are separated. We all are sanctified. നമ്മളെല്ലാവരും ക്രിസ്തുവിന് വേണ്ടി നമ്മൾ വേർതിരിക്കപ്പെട്ടവരാ, വിശുദ്ധീകരിക്കപ്പെട്ടവരാ. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇനി പൗലോസ് ചോദിക്കുക, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വിഭാഗിക്കപ്പെട്ടുവോ? കഷണം കഷണമായിട്ട് ക്രിസ്തുവിനെ കുറച്ചു പേർക്ക് വേണ്ടി നോക്കി തിന്നിരിക്കുകയാണോ? അല്ലേ, അല്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇന്നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ വൈബ് അനുസരിച്ച്. നോ, അങ്ങനെ ഒരു വ്യവസ്ഥയില്ല ദൈവവചനത്തിൽ. ഏത് വ്യക്തിയെയും, അത് എങ്ങനെയായിരുന്നാലും എന്ത് സ്വഭാവമായിരുന്നാലും അവരെയും എൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയാൽ മാത്രമേ എന്നെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഐ ആം ഹോളി, ഐ ആം സെപ്പറേറ്റഡ്. ഹോളി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പാപവും ചെയ്യാത്ത, കണ്ണിൽ അങ്ങനെ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നോക്കാത്ത, മനസ്സിൽ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതേ ആരും. അതല്ല, അതുകൊണ്ട് അത് മറുവശമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവികമായ ചിന്തകളുമായിട്ട് ദൈവവചനത്തിന്റെ ക്രമമനുസരിച്ചും ക്രമീകരണമനുസരിച്ചും ദൈവസഭയെ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക നിലയിൽ ദൈവം നിങ്ങളെ വേർതിരിച്ചിരിക്കുകയാണ്, ദൈവം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്.
കൊരിന്ത്യ സഭയിൽ മാത്രമല്ല, അവിടെയും ഇവിടെയും എവിടെയും. ആ 3 വാക്കുകൾ അവിടെ കാണുന്നുണ്ട്. കൊരിന്ത്യ സഭയിലും പൗലോസ് ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തും എവിടെയും ഇത് തന്നെയാണ് വ്യവസ്ഥ. അപ്പോൾ ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ അവർ ചിന്തിക്കേണ്ടത് നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. വി ആർ സാങ്ക്ടിഫൈഡ്, വി ആർ സെപ്പറേറ്റഡ്. അത് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും പൗലോസ് പറയുകയാണ്, ദൈവം വിശ്വസ്തനാണോ? നിങ്ങൾ അവിശ്വസ്തരായി പാർത്താലും ദൈവം വിശ്വസ്തനായിട്ട് പാർക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മൾ തെറ്റിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഇടയായി തീരരുത്. റോമാലേഖനത്തിൽ പൗലോസ് ഒരു ചോദിക്കുന്നുണ്ട്, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം എന്ത് ചെയ്തു? വർദ്ധിച്ചു. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അതുകൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എൻ്റെ ബുദ്ധിയിലൂടെ, എൻ്റെ ചിന്തയിലൂടെ, എൻ്റെ തിങ്കിങ്ങിലൂടെ ഞാൻ ദൈവസഭയിൽ മുന്നോട്ട് പോയിട്ടും ദൈവം ഇതുവരെ എന്നോട് ചോദിക്കുന്നില്ല, കണക്കിടുന്നില്ല, ദൈവം എന്നെ ശിക്ഷിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നീ അവിശ്വസ്തനായി തീർന്നാലും ദൈവം ആരാ? വിശ്വസ്തന. ദൈവത്തിന് ആ വ്യക്തിയോടുള്ള ബന്ധത്തിലല്ല പ്രശ്നം. മാനുഷികമായ നിലയിൽ പറഞ്ഞാൽ പത്രോസിനോടുള്ള ബന്ധത്തിലൊക്കെ ഒരു സ്വല്പം ഒരു കള കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചെന്ന് കർത്താവിനോട് പറയുകയാണ്, ഞങ്ങൾ ആ കളയങ്ങ് അല്ലേ? ചിന്തിച്ചേ. കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യമാണ്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനം? നമ്മുടെ എല്ലാം ചിന്ത അവിടെയാണ്. എവിടെയെങ്കിലും ഒരു ചെറിയൊരു വിഷയം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ആ ഒരു തെറ്റിലേക്കാണ്. പക്ഷെങ്കിൽ കർത്താവ് പറയും, ഇപ്പൊ കളപറിക്കണ്ട കേട്ടോ, ഇപ്പൊ കളപറിക്കണ്ട. എന്താ കളപറിക്കണ്ടത്? കർത്താവിന്റെ ഫോക്കസ് ആ കളയിലല്ല, ആ പ്രശ്നത്തിലല്ല. ഇവിടെ ബാക്കി 99 കൂട്ടം എത്രയോ നല്ല കാര്യങ്ങൾ, അതിലൂടെ മുന്നോട്ട് പോകാനാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞേക്കാം, അസാര പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. അതും കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനത്തിൽ നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക, ഇത് നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മൾ മറ്റുള്ളവരെ നോക്കി, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നോക്കി എൻ്റെ ആത്മീക സ്ഥിതി താറുമാറാകാനായിട്ട് പാടില്ല. എൻ്റെ ശുശ്രൂഷ തടസ്സമാകാനായിട്ട് പാടില്ല. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുക. അത് ദൈവം അത് ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവദാസന്മാരിലൂടെ അത് മുന്നോട്ട് പോകട്ടെ. ദാവീദിനെ കുറിച്ച് നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ പറയുന്ന ആളുകളാണല്ലോ. ദാവീദിനൊരു പ്രശ്നം ഉണ്ടായി. ദൈവം എത്ര പേരെ നിയോഗിച്ചു ദാവീദിന്റെ പ്രശ്ന പരിഹാരത്തിന്? ഒന്നടങ്കം പോവായിരുന്നു. എല്ലാവരുടെ വണ്ടിയും വിളിച്ച്, ജീപ്പും വിളിച്ച്, ഓട്ടോറിക്ഷയും വിളിച്ച് പോവായിരുന്നോ പ്രശ്നം തീർക്കാൻ? നോ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി ഉണ്ട് അത് ചെയ്യാൻ. ഒരു സഹോദരന്റെ വിഷയമുണ്ടെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി, ആ ശുശ്രൂഷകൻ, ആ ദൈവദാസൻ അത് ക്ലിയർ ചെയ്തിരിക്കും. വൈ വി ആർ വറിയിങ്? നമ്മുടെ പ്രശ്നങ്ങൾ മൊത്തം ഇവിടെയാണ്. പക്ഷെ നമ്മൾ ആത്മീയമായിട്ട് പക്വതയിലേക്ക് വളർന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു തടസ്സവും വരാതെ, ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്താതെ, ഇതാണ് അവിടുത്തെ ഉത്തരം. ആ വാക്യം ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല, ദൈവം ചോദിച്ചാൽ പിന്നീട് ഞാൻ എടുക്കാം. ജഡത്തിലെയും, ബാക്കി പറഞ്ഞു, ആത്മാവിലെയും സകല കന്മഷവും നീക്കി നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇനിയും അതിന്റെ ഇച്ചിരി അതിന്റെ ഡെപ്തിലേക്കൊന്ന് പോട്ടെ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്റെ ജഡത്തിൽ മാത്രമല്ല എനിക്ക് എന്നെ തന്നെ മലിനമാക്കാൻ സാധിക്കുന്നത്, എന്റെ ആത്മാവിനെ പോലും, എന്റെ പ്രാണനെ എത്രമാത്രം ഡിഫൈൻ ചെയ്യാൻ എനിക്ക് കഴിയും, എന്റെ ജഡത്തിന് കഴിയും, എന്റെ ചിന്തകൾക്ക് കഴിയും.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന് വിരോധമായിട്ട് പൊങ്ങുന്ന ഏത് ഉയർച്ചയെയും ഞാൻ എന്ത് ചെയ്യുക? പിടിച്ചടക്കുകയാണ്. ക്രിസ്തുവിന്റെ അനുസരണത്തിനായിട്ട് ഞാൻ പിടിച്ചടക്കുക. എന്തിനു വേണ്ടി? എനിക്കൊരു പോരാട്ടമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. പൗലോസ് പറയുന്നു, എനിക്ക് എന്റെ കർത്താവ് തന്ന ശുശ്രൂഷ അത് തികയ്ക്കണമെങ്കിൽ അതിനെതിരായിട്ട് ദൈവവചനത്തിൽ എത്രയോ പ്രശ്നങ്ങൾ, എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ വന്ന് അവരുടെ വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു? തകർന്നുപോയി. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാൻ നമ്മൾ അനുവദിക്കരുത്. ആവർത്തിക്കട്ടെ, ഒരു കപ്പൽ വെള്ളത്തിൽ മുങ്ങണമെങ്കിൽ അത് അത് തകർന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് ആരും ചിന്തിക്കരുത്. ഒരു ചെറിയൊരു ഹോള് മതി, ചെറിയൊരു ഹോള് മതി. എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ജ്ഞാനത്തിൽ, എൻ്റെ വിവേകത്തിൽ, എൻ്റെ ചിന്തയിൽ വരുന്ന ഒരു ചെറിയ സുഷിരമുണ്ടല്ലോ, നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലരും വിശ്വാസം വിട്ടുപോകുന്നു, സഭ വിട്ടുപോകുന്നു, ശുശ്രൂഷയൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് പോകുന്നു. സംഭവിക്കരുത്, ഒരിക്കലും സംഭവിക്കരുത്. പിശാചിന്റെ വലിയ തന്ത്രമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ പറഞ്ഞു, ഈ കൊമരംപാറ അറിയാലോ, വലിയൊരു കോട്ടോട്ടത്ത് ഒരു കൊമരംപാറയുണ്ട്. ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കൊമരംപാറയെ തട്ടി ആരും മുട്ടുകുത്തി വീണിട്ടില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞു? ഒരു ചെറിയ കല്ല് മതി, ചെറിയൊരു കല്ല് മതി, വലിയ കല്ലൊന്നും വേണ്ട, ചെറിയൊരു കുറ്റി മതി തട്ടി വീഴാം. അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടത്തിവിട്ട് ഭൗമികമായിട്ട് ദൈവസഭയെക്കുറിച്ച്, അതൊക്കെയാ ദൈവസഭയെക്കുറിച്ച്, ദൈവദാസന്മാരെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മൾ ഇൻജക്ട് ചെയ്ത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു രംഗമുണ്ടാകരുത്. നമ്മൾ ആത്മീയമായിട്ട് വളർന്നവരായിരിക്കണം. പൗലോസ് പറയുക, നിങ്ങൾ ഇപ്പോഴും നിങ്ങളാരാ? ശിശുക്കൾ. ഒത്തിരി നാളൊന്നും ആയില്ലല്ലോ, കുറച്ച് വർഷമേ ആയുള്ളൂ, 2 വർഷം. അവർ രക്ഷിക്കപ്പെട്ടിട്ട് 2-3 വർഷമേ ആയിട്ടുള്ളൂ. പൗലോസ് പറയാൻ, നിങ്ങൾ ഇപ്പോഴും ആരായിരിക്കുന്നു? ശിശുക്കളായിരിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? 2 വർഷമായ ആരേലും ഇവിടെ ഉണ്ടോ? 4, 6, 8, 10, 12, 18, 20, 22, 40, 50 ഇങ്ങനെ ഒരു വാക്ക് എന്നെ ഇപ്പോഴും നിങ്ങൾ ആരാ? ശിശുക്കളാന്ന് ദൈവാത്മാവ്, ദൈവത്തിന്റെ വചനം നമ്മളോട് പറഞ്ഞാൽ എത്ര പക്വത നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളത്, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഭിന്നത വരരുത്. നമ്മൾ ചിന്തിച്ച മെയിൻ കാര്യം അതാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. We are separated, totally separated for the Lord. നമ്മളെല്ലാവരും സുവിശേഷകന്മാർ മാത്രമല്ല, മൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ മാത്രമല്ല, നമ്മളെല്ലാവരും കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ, ദൈവകൃപയോടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ.